കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുമ്പോൾ ഇതാ തമിഴ്നാട്ടിൽ ഒരു സൊല്യൂഷൻ ആയിരിക്കുകയാണ്. ടി.വി.കെ നേതാവ് വിജയ് തന്നെ മുഖ്യമന്ത്രിയാകും. വി.സിക്ക് പിന്തുണ കത്ത് നൽകിയിരിക്കുന്നു. അങ്ങനെ 118 എം.എൽ.എമാരുടെ പിന്തുണ ടി.വി.കെക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിനിടെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് കേരളത്തിലേക്ക് തിരിക്കും. എ.ഐ.എ.ഡി.എം.കെ നേതാവ് എ.വി. ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ 30 എം.എൽ.എമാരുടെ യോഗം ചേരുകയാണ്. രശ്മി ജയദാസ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. രശ്മി, പ്രതിസന്ധി നീങ്ങുകയാണോ? വി.സിക്ക് കൂടി പിന്തുണച്ചതോടുകൂടി 118 എന്ന ഭൂരിപക്ഷം അത് തികയ്ക്കാൻ ടി.വി.കെക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഗവർണറുടെ നിലപാടാണോ ഉറ്റുനോക്കുന്നത്? തീർച്ചയായും ദിവ്യ, 3 തവണയാണ് വിജയ് സർക്കാർ രൂപീകരണത്തിനായി ഗവർണറെ കണ്ടത്. ഈ 3 തവണയും ഗവർണർ വിജയെ തിരിച്ചയക്കുകയായിരുന്നു. സർക്കാർ രൂപീകരിക്കാൻ മതിയായ എം.എൽ.എമാരുടെ പിന്തുണ വിജയ്ക്ക് ഇല്ലെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഗവർണർ നിലപാട് ഘടിപ്പിച്ചത്. എന്നാൽ ഈ നിലപാടിനെതിരെ സി.പി.എം അടക്കമുള്ള ഇടതുകക്ഷികളും വി.സിക്ക് പാർട്ടി അടക്കം രംഗത്ത് വന്നിരുന്നു. ഗവർണറുടെ നിലപാട് ജനാധിപത്യരഹിതമാണെന്നും വിജയെ സർക്കാർ രൂപീകരിക്കാൻ ഗവർണർ ക്ഷണിക്കണമെന്നും അടക്കം ഈ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ 3-ാം തവണയും ഗവർണർ കടുംപിടുത്തം തുടരുകയായിരുന്നു. 118 എന്ന മാജിക് നമ്പറിലേക്ക് എത്തിയാൽ, അതായത് തൂക്കുമന്ത്രിസഭ കേവല ഭൂരിപക്ഷത്തിലേക്ക് കടന്നാൽ മാത്രമേ വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന ഉറച്ച നിലപാടായിരുന്നു ഗവർണർ സ്വീകരിച്ച്. ഇതോടെ വിജയെ പിന്തുണയ്ക്കാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 സീറ്റ് വീതമുള്ള സി.പി.എം രംഗത്തെത്തിയെങ്കിലും 116 സീറ്റുകളെ വിജയ്ക്ക് ലഭിച്ചിരുന്നുള്ളൂ. 2 സീറ്റുകളുടെ കൂടി കുറവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വി.സിക്ക് പാർട്ടി പിന്തുണച്ചാൽ മാത്രമേ ഈ 118 എന്ന നമ്പറിലേക്ക് എത്താൻ അദ്ദേഹത്തിന് കഴിയുകയുണ്ടായുള്ളൂ. വി.സിക്കയുടെ തീരുമാനം ഉടൻ വൈകാതെ തന്നെ എത്തുമെന്ന് പാർട്ടി നേതാക്കൾ കെ പാവാലൻ അടക്കം അറിയിച്ചിരുന്നു. 4 മണിയോടെ പ്രഖ്യാപനം വരുമെന്നാണ് നേതാക്കൾ എക്സിലൂടെ അടക്കം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവർ ഔദ്യോഗികമായ അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ്. ടി.വി.കെ പിന്തുണയ്ക്കാൻ വി.സിക്ക് തയ്യാറാണെന്ന ഇടതു പാർട്ടികൾക്ക് പിന്നാലെ കോൺഗ്രസ് ഉപാധികളോടെയാണ് ടി.വി.കെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഇടതു പാർട്ടികൾ ഉപാധികളില്ലാതെ, അതായത് മന്ത്രിസ്ഥാനവും മറ്റു ഉപാധികളൊന്നും ഇല്ലാതെ പുറത്തുനിന്ന് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതിന് സമാനമായി ഇപ്പോൾ ഇടതു പാർട്ടികൾക്ക് പിന്നാലെ വി.സിക്കെയും ടി.വി.കെ പാർട്ടിയെ പിന്തുണയ്ക്കാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതോടെ 118 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ വിജയ്ക്ക് കഴിയുകയും സർക്കാർ രൂപീകരിക്കാൻ കഴിയുകയും ചെയ്യും. എന്നാൽ മറ്റൊരു പ്രതിസന്ധി എന്തെന്ന് വെച്ചാൽ ഇന്ന് രാത്രിയോടെ ഗവർണർ കേരളത്തിലേക്ക് മടങ്ങും. കേരളത്തിൽ മുഖ്യമന്ത്രി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗവർണർ ഇനി കേരളത്തിൽ നിന്ന് മടങ്ങുന്നതിനനുസരിച്ച് മാത്രമേ വിജയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും അവിടെ സത്യപ്രതിജ്ഞ വൈകും. തീർച്ചയായും ദിവ്യ, ഗവർണർ വീണ്ടും തമിഴ്നാട്ടിലേക്ക് തിരിച്ചെത്തി വിജയിനെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചാൽ മാത്രമേ ഇനി അവിടെ ഒരു സത്യപ്രതിജ്ഞ സാധ്യമാകൂ. അപ്പോൾ ഇനി ഗവർണർ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളത് കൂടി അവിടെ നിർണായകമാണ് ദിവ്യ. അല്ല, ഇതിനിടെ എന്താണ് ഈ എ.ഐ.ഡി.എം.കെ നേതാവ് എ.വി. ഷൺമുഖത്തിന്റെ നേതൃത്വത്തിൽ ഒരു യോഗമൊക്കെ മറ്റ് പ്ലാനുകൾ നടക്കുന്നുണ്ടോ തമിഴ്നാട്ടിൽ? തീർച്ചയായും ദിവ്യ, നമ്മൾ കണ്ടതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്തൊരു റിസോർട്ട് രാഷ്ട്രീയത്തിലേക്കൊക്കെ എടപ്പാടി പളനിസ്വാമി കടന്നിരുന്നു. അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ വിജയെ പിന്തുണയ്ക്കണമെന്ന ഒരു വിഭാഗം എം.എൽ.എമാർ ആവശ്യപ്പെട്ടതോടുകൂടി ഇ.പി.എസ് വളരെയധികം സമ്മർദ്ദത്തിലായിരുന്നു. എന്നാൽ അദ്ദേഹം ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കുകയായിരുന്നു. ദ്രാവിഡ രാഷ്ട്രീയം ഒരിക്കലും വിജയെ പിന്തുണയ്ക്കുന്നില്ല എന്ന നിലപാടിലായിരുന്നു അദ്ദേഹം നിന്നത്. ഇതേ തുടർന്ന് എം.എൽ.എമാരുടെ സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് എം.എൽ.എമാരെ റിസോർട്ടിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ പുതുച്ചേരിയിൽ നിന്നുള്ള റിസോർട്ടിൽ നിന്ന് ഇന്ന് ചെന്നൈയിലേക്ക് ഈ എം.എൽ.എമാർ തിരികെ എത്തുകയും ഇന്ന് കാലത്ത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരുകയും ചെയ്യും. എന്നാൽ 5 എം.എൽ.എമാരോളം ഈ യോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയും സി.വി. ഷൺമുഖൻ എന്ന് പറയുന്ന മറ്റൊരു നേതാവിന്റെ നേതൃത്വത്തിൽ ഇതിന് ബദലായി വേറൊരു യോഗം എ.ഐ.ഡി.എം.കെയുടെ നേതൃത്വത്തിൽ ചേരുകയും ചെയ്തു. ഈ യോഗത്തിൽ ചേർന്നവരെല്ലാം വിജയെ പിന്തുണയ്ക്കണം, അദ്ദേഹത്തിന് നിയമസഭ രൂപീകരിക്കാൻ ആവശ്യമായ എം.എൽ.എമാരെ നൽകാൻ വേണ്ടി പിന്തുണയ്ക്കുമെന്ന തീരുമാനമാണ് ഇവരിൽ നിന്നുണ്ടാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ശരി, ഒരു കാര്യം കൂടി രശ്മി, ഇവിടെ വി.സിക്ക് ആവശ്യപ്പെട്ടത് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നതായിരുന്നല്ലോ. അതിന് വഴങ്ങാനിടയുണ്ടോ ടി.വി.കെ? ഈ കാര്യത്തിന് വി.സിക്ക് നേതാക്കൾ അടക്കം എക്സിലൂടെ അടക്കം പ്രതികരണം നൽകിയിരുന്നു. ഇതിനിടയ്ക്ക് വി.സിക്ക് ഇന്നലെ സ്റ്റാലിനെ അടക്കം കണ്ടിരുന്നു. അപ്പോൾ എ.ഐ.ഡി.എം.കെ ഡി.എം.കെ മുന്നണി സ്വീകരിച്ചാലും അല്ലെങ്കിൽ ടി.വി.കെയുടെ മുന്നണിയോടൊപ്പം നിന്നാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന ഒരാവശ്യം വി.സിക്ക് മുന്നോട്ട് വെച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ ഈ റിപ്പോർട്ടുകളടക്കം തള്ളിക്കൊണ്ട് നേതാക്കൾ കെ പാവലൻ അടക്കം ഡി.കെ രവികുമാർ അടക്കം രംഗത്ത് വന്നിരുന്നു. തങ്ങൾ ഇത്തരമൊരു ആവശ്യം എവിടെയും മുന്നോട്ട് വെച്ചിട്ടില്ല. ക്യാബിനറ്റിൽ ഒരു മന്ത്രിപദമോ മറ്റു സ്ഥാനമാനങ്ങളോ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല, ഇതുവരേക്കും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് വി.സിക്ക് നിലപാട് വ്യക്തമാക്കിയത്. ശരി, എന്തായാലും വലിയൊരു പ്രതിസന്ധി ടി.വി.കെക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് മാറുകയാണ്. ഭൂരിപക്ഷ എം.എൽ.എമാരുടെ പിന്തുണയില്ല എന്നതായിരുന്നു സർക്കാർ രൂപീകരണത്തിൽ മുന്നിലുണ്ടായിരുന്ന പ്രതിസന്ധി. അത് മാറുന്നു. 118 എം.എൽ.എമാരുടെ പിന്തുണ ലഭിച്ചു കഴിഞ്ഞു. വി.സിക്ക് കൂടി പിന്തുണ കത്ത് നൽകിയിരിക്കുകയാണ്. ഇനി ഗവർണറുടെ അനുമതിയാണ് അവശേഷിക്കുന്നത്. എന്തായാലും ഗവർണർ കേരളത്തിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപക്ഷെ തിരിച്ച് തമിഴ്നാട്ടിലെത്തിയ ശേഷമായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങൊക്കെ നടക്കാൻ ഇടയുള്ളത്.